നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസം രാവിലെ 7:00-ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ ഇന്ത്യൻ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് നിഫ്റ്റി 22,050 നിന്ന് ഇൻട്രാഡേ ലോയിൽ നിന്ന് 350 പോയിൻറ്റിൻ്റെ ഒരു സ്ട്രൈറ്റ് അവേ റാലി നടത്തി നിഫ്റ്റി നമ്മളെ ഞെട്ടിച്ച ഒരവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു ആഴ്ച തന്നെ ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ ആഴ്ചയിലെ തിങ്കളാഴ്ച നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 650 പോയിൻറ്റ് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 21,800 നിന്ന് 600-ലേറെ പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി 22,400 നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. ഒരാഴ്ചയിൽ നിഫ്റ്റി ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തൊരു ആഴ്ച തന്നെയാണത്. അതുമാത്രമല്ല, കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിനടുപ്പിച്ച് ഫേസിൻ്റെ ഭാഗത്തുനിന്ന് ഹ്യൂജ് സെൽ ഓഫാണ് എന്ന് മാത്രമല്ല 1000 കോടി മുകളിലേക്ക് മാത്രമാണ് അവർ സെല്ല് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നലെ അവർ 3 ഡിജിറ്റ് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. അതായത് 1000 കോടിക്ക് താഴെ മാത്രമാണ് സെല്ല് നടത്തിയിട്ടുള്ളത്. 730 കോടി രൂപയാണ് അവർ സെല്ല് നടത്തിയിട്ടുള്ളത്. എന്നാൽ DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം 2,300 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. അതായത് അവരുടെ സെല്ലിങ്ങിൻ്റെ ഏകദേശം ഒരു 3 മടങ്ങ് കൂടുതൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തിയിട്ടുണ്ട്. കൂടെ തന്നെ റീറ്റെയിലേഴ്സും ബൈ നടത്തി ഉള്ള അവസ്ഥയിലാണ് ഇന്നലെ മാർക്കറ്റിൻ്റെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഇന്നത്തെ അവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂറോപ്യൻ, ഏഷ്യൻ, US മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലും ഒരു ഓൾ ടൈം ഹൈയിലാണ് S&P 500-ഉം നാസ്ഡാക്ക് പോലെയുള്ള ഇൻഡെക്സുകളുള്ളത്. അവിടെ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റാസ് വന്നു. ഏറ്റവും അവസാനം വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ ഉൾപ്പെടെ പോസിറ്റീവായിരുന്നു. മാർക്കറ്റ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. എന്നാൽ ഇന്നലെ അവിടുത്തെ ട്രഷറി ബോണ്ടുകളിൽ സ്ലൈറ്റ്ലി സ്പൈക്ക് ചെയ്തതുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയ ഒരു അവസ്ഥയിലാണ് US മാർക്കറ്റും. ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉൾക്കൊണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും. കൂടാതെ തന്നെ ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ഈവൻ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഉള്ളത്. എന്നാൽ നമ്മളുടെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാതെ വളരെ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കിട്ടുക. അതായത് ഗ്യാപ്പ് ഡൗണുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് നിഫ്റ്റി ഉള്ളതെന്നുള്ളതാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറ്റൊരു ഘടകം. ഇന്ന് നമുക്കറിയാം മാർക്കറ്റ് വളരെ പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളൊരു ടൈമിന് യാതൊരു പ്രസക്തിയും ഇപ്പം മാർക്കറ്റിന് ഇല്ല. മാർക്കറ്റ് വോളറ്റിലാണ്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഐഡിയയുടെ റിസൾട്ട് വന്നു. അവർ ലോസ് വർദ്ധിപ്പിച്ചു. 6,986 കോടി രൂപ ലോസിൽ നിന്ന് 7,674 കോടി രൂപ ലോസിലേക്ക് കമ്പനി ലോസ് വർദ്ധിപ്പിച്ചു. വേദാന്ത സ്റ്റോക്ക് 11 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മെയ് 25-നാണ് ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. PB ഫിൻടെക് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 2% സ്റ്റേക്ക് കമ്പനിയിൽ നിന്ന് വിറ്റ് മാറുകയാണെന്നുള്ള ന്യൂസ്. ബയോകോൺ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ 57% കുറവ് കണ്ടു. റവന്യൂവും 4% വർധനവ് കണ്ടു. കോൺകോർ കമ്പനി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 317 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 6% വർദ്ധിച്ച് 2,325 കോടി രൂപ കരസ്ഥമാക്കി. പ്രിൻസ് പൈപ്പ് നെറ്റ് പ്രോഫിറ്റ് 42% കുറഞ്ഞു. റവന്യൂ 3% കുറഞ്ഞു. ക്രോംപ്റ്റൺ ഗ്രേവ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% വർദ്ധിച്ചു. റവന്യൂ 10% വർദ്ധിച്ചു. ത്രിവേണി ടർബൈൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ചു. റവന്യൂ 24% വർദ്ധിച്ചു. JK പേപ്പർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഒരു 1.25% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ ഓൾമോസ്റ്റ് ഫ്ലാറ്റായിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവർ ASOS പാർട്ട്ണർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പുതിയ റിലയൻസിൻ്റെ റീറ്റെയിൽ വിങ് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TVS സപ്ലൈ ചെയിൻ മാഞ്ചസ്റ്ററിലുള്ള മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ബംഗ്ലാദേശിൽ നിന്ന് ഇവർക്ക് ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. വണ്ടർല കമ്പനി ഭുവനേശ്വറിൽ ഇവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് മെയ് 24 ഓപ്പൺ ആക്കുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. കിംസ് കമ്പനി നാസിക്കിലുള്ളവരുടെ പുതിയ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡോട് കൂടിയിട്ട് കൊമേഴ്ഷ്യൽ ബിസിനസ് ആരംഭിക്കും. എൻഡുറൻസ് ടെക് കമ്പനി
ഇവരുടെ പുതിയ പ്ലാന്റിലേക്ക് ഇവർ 400 കോടി രൂപയാണ് ഇവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. രത്നമണി മെറ്റൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 191 കോടി രൂപയിൽ നിന്ന് 192 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഡിവിഡൻഡ് 4 രൂപ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 43ലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. കമ്പനി 1 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 600 പോയിൻ്റ് ഇടിഞ്ഞ് 65,000 ഓൾമോസ്റ്റ് 60 അതിൻ്റെ ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈയുടെ ഒക്കെ പരിസരത്തേക്ക് വരികയാണ്. ഗോൾഡ് $2,378 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $83 പെർ ബാരൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഡോ ഫ്യൂച്ചർ സ്ലൈറ്റ്ലി ഫ്ലാറ്റാണ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. യൂറോപ്യൻ മാർക്കറ്റ് കാണാം, 3ഉം റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ കാണാം, ഡോയും നാസ്ഡാക്കും ഏറ്റവും താഴെ കാണാം, റെഡിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് എന്നാൽ 1% അപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിപ്രോയും 0.5% അപ്പ്. ICICI ബാങ്ക് ഫ്ലാറ്റായിരുന്നു. HDFC റാലിയാണ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ ഒരു നെക്സ്റ്റ് തേഴ്സ്ഡേ എക്സ്പയറി ആവുന്ന നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.17 ആണ് ഉള്ളത്. ഇപ്പോൾ സ്പോട്ട് ഉള്ളത് 22,400, 22,500 നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോണാണ്. നിഫ്റ്റിക്ക് അതൊരു മേജർ ഹാർഡിലായിരിക്കും. 22,200, 300 റേഞ്ചുകളാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ പരിശോധിക്കാൻ കാരണം വ്യാഴാഴ്ചയാണ് എക്സ്പയറി എങ്കിൽ കൂടിയും മാർക്കറ്റിൻ്റെ പൊതുവെയുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ഇന്നലെ സെൻസെക്സിൻ്റെ എല്ലാം തന്നെ പ്രീമിയം പറന്നിരുന്നു വളരെ ശക്തമായിട്ട്. ഏകദേശം ഒരു 8 മടങ്ങോളം സെൻസെക്സിൻ്റെ പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. നിഫ്റ്റിയും സെൻസെക്സും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, നിഫ്റ്റിയുടെ സ്പോട്ട് അല്ല സെൻസെക്സിൻ്റെ സ്പോട്ട്. അപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 3.5% അല്ല 3.5 മടങ്ങ് അധികമാണ് സെൻസെക്സിൻ്റെ സ്പോട്ട് ഉള്ളത്. അതായത് നിഫ്റ്റിയിൽ ഒരു 100 പോയിൻ്റ് റാലി ഉണ്ടാക്കും, അല്ലെങ്കിൽ റാലി ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ സെൻസെക്സിൽ ഏകദേശം ഒരു 300-ലധികം പോയിൻ്റ് റാലി ഉണ്ടാക്കും. അതുകൊണ്ട് നിഫ്റ്റിയിൽ നമ്മൾ വെക്കുന്ന പോയിൻ്റുകൾ, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റിൻ്റെ 3.5 മടങ്ങ് കൂടുതൽ സെൻസെക്സിൽ വെക്കാൻ ശ്രമിക്കുക. അതാണ് സെൻസെക്സും നിഫ്റ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. സെൻസെക്സിൽ ആളുകൾക്ക് ലോസ് വരാനായിട്ടുള്ള പ്രധാന കാരണം അവർ നിഫ്റ്റിയിൽ വെക്കുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെൻസെക്സിലും പോയി വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഡെക്സിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.